ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ മൊഡ്യൂൾ 6-ലെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ടോപ്പിക്സ് ഡയമെൻഷൻസ് ആൻഡ് ഡയമെൻഷണൽ ഹോമോജനിറ്റി. നമുക്കറിയാം യൂണിവേഴ്സിറ്റി എക്സാമിന് 20 മാർക്കോളം ക്വസ്റ്റ്യൻ വരുന്ന മൊഡ്യൂൾസാണ് മൊഡ്യൂൾ 5 ആൻഡ് മൊഡ്യൂൾ 6. അപ്പോൾ മൊഡ്യൂൾ 6 വളരെ സിമ്പിളായിട്ടുള്ള മൊഡ്യൂളാണ്. നിങ്ങൾക്ക് മാക്സിമം മാർക്ക് ഈ മൊഡ്യൂളിന് സ്കോർ ചെയ്യാൻ പറ്റും. ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് മെയിനായിട്ട് 2 പാർട്ടുകളാണ്. ഒന്ന് ഡയമെൻഷണൽ അനാലിസിസ് ആൻഡ് സെക്കൻഡ് പാർട്ട് ഈസ് മോഡൽ സ്റ്റഡീസ്. ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻസ് നമ്മൾ +1 ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ്, മാസിൻ്റെ ഡയമെൻഷൻ എം, ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എൽ, ടൈമിൻ്റെ ഡയമെൻഷൻ ടി, വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT-1, ഇങ്ങനെ നമ്മൾ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷൻസ് നമ്മൾ പഠിച്ചതാണ്. ഈ ഡയമെൻഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഡയമെൻഷണൽ അനാലിസിസ് ചെയ്യുക, അതായത് ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻസ് ഫോം ചെയ്യാം. There are 2 methods of dimensional analysis, Rayleigh method and Buckingham method. ഈ 2 മെത്തേഡുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മെത്തേഡുകൾ വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാനുണ്ടാവും. 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ഈ 2 മെത്തേഡുകളിൽ നിന്നും വരുന്നതാണ്. ദെൻ ഡയമെൻഷൻലെസ് നമ്പേഴ്സ്, റിനോൾഡ്സ് നമ്പർ പോലത്തെ ഡയമെൻഷൻലെസ് നമ്പേഴ്സ്, ഒരു 5 നമ്പേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ സിമിലിറ്റ്യൂഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമിലാരിറ്റീസ്, ജിയോമെട്രിക്, കൈനമാറ്റിക് ആൻഡ് ഡൈനാമിക് സിമിലാരിറ്റീസ്. ദെൻ സെക്കൻഡ് പാർട്ട് ഈസ് മോഡൽ ലോസ്. 2 മോഡൽ ലോസ് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. റെയ്നോൾഡ്സ് മോഡൽ ലോവും ഫ്രോഡ് മോഡൽ ലോവും. റെയ്നോൾഡ്സ് നമ്പറും ഫ്രോഡ് നമ്പറും വെച്ചിട്ടുള്ള മോഡൽ ലോസ് ആണ്. ദെൻ അതിലുള്ള സ്കെയിൽ റേഷ്യോസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽ, 2 ടൈപ്സ് ഓഫ് മോഡൽ ഉണ്ട്, ഡിസ്റ്റോർട്ടഡ് മോഡൽ ആൻഡ് അൺഡിസ്റ്റോർട്ടഡ് മോഡൽ. ഇത്രയാണ് ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. വാട്ട് ഈസ് ഡയമെൻഷണൽ അനാലിസിസ്? Dimensional analysis is a method of dimensions which is used in research work for design and for conducting model tests, and it deals with the dimensions of physical quantities involved in the phenomenon. ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് യൂസ് ചെയ്തുകൊണ്ട് അനാലിസിസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡയമെൻഷണൽ അനാലിസിസ്. And it is used in research work for design and for conducting model test. ലാർജ് സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ വർക്കുകൾക്കൊക്കെ അതിൻ്റെ ചെറിയ സ്മോൾ മോഡൽ റെപ്ലിക്ക നിർമ്മിച്ചുകൊണ്ട് അനാലിസിസ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്യാം. There are 3 fundamental dimensions or fundamental quantities: length, mass, time. These are the 3 fundamental dimensions. In some fluid mechanics problems, heat is involved. In such problems, temperature is also taken as fixed dimensions. For those quantities which possess more than one fundamental dimension are called secondary or derived quantities. Secondary quantities or derived quantities. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ 2 ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സെക്കൻഡറി ഓർ ഡിറൈവഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. For example, velocity is equal to distance divided by time. Dimensions of distance is L and dimensions of time is T. So the total dimensions of velocity is L by T or LT-1. Here there are 2 fundamental dimensions. One fundamental dimension is L and another fundamental dimension is T. So it is called derived quantities or secondary quantities. Next is dimensions. We have 3 fundamental dimensions: mass, length and time. Symbol of mass is m, length is l and time is t, and unit is also kilogram, meter, second respectively. And the fundamental dimensions are m, l and t. M is dimensions of mass and l is dimensions of length and t is dimension of time. And we have different physical quantities and secondary quantities or derived quantities, like geometric quantities like area, volume, and kinematic quantities like velocity, angular velocity, angular acceleration, discharge, acceleration due to gravity, kinematic viscosity, rotational speed, and all these quantities having different dimensions and different units. And dynamic quantities like force, weight, density, etc., power, torque, momentum, etc. These quantities are having different dimensions. എല്ലാ ഡയമെൻഷൻസും ബൈ ഹാർട്ട് ചെയ്യൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഫണ്ടമെൻ്റൽ
ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിൻ്റെയും ഡയമെൻഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ് ഇതെല്ലാം. എല്ലാത്തിലും 3 ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് അല്ലെങ്കിൽ 2 ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ ഒന്നിലധികം ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് ഉള്ളതെല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റീസിൻ്റെ എല്ലാം ഡയമെൻഷൻസ് പഠിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഡയമെൻഷൻസ് അറിയൽ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഡിറൈവ് ചെയ്തെടുക്കാം. ഫോഴ്സ് എന്താണ് അല്ലെങ്കിൽ ഡെൻസിറ്റി എന്താണ്, ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോളിയം എന്നറിയാമെങ്കിൽ നമുക്ക് മാസിൻ്റെ ഡയമെൻഷൻ അറിയാം, വോളിയത്തിൻ്റെ ഡയമെൻഷൻ അറിയാം. അങ്ങനെ നമുക്ക് ഡയമെൻഷൻസ് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഡിറ്റർമിൻ ദ ഡയമെൻഷൻസ് ഓഫ് ക്വാണ്ടിറ്റീസ് ഗിവൺ ബിലോ. ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന ഡയമെൻഷൻസ് ക്വാണ്ടിറ്റീസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് എങ്ങനെ കാണാമെന്നത് നോക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് physical quantities, force, pressure or stress, both having same dimension, modulus of elasticity, dynamic viscosity, kinematic viscosity, surface tension, work or energy, power, torque, momentum. ഇപ്പോൾ 10ഓളം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇതിൻ്റെ ഡയമെൻഷൻസ് എങ്ങനെ കാണാമെന്നൊന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫോഴ്സ്. ഫോഴ്സ് വി നോ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഈ ബേസിക് ഇക്വേഷനാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡയമെൻഷൻസ് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. എക്സാമിന് ജസ്റ്റ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും നമുക്ക് വേണ്ടി വരിക. അപ്പോൾ ആ സമയത്ത് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ബൈ ഹാർട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഇക്വേഷൻ എഴുതിയിട്ട് ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം. ഫോഴ്സ് ഇസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഡയമെൻഷൻ ഓഫ് മാസ് ഈസ് എം. ആക്സിലറേഷൻ വി നോ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ, വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം, ദാറ്റ് ഈസ് LT-1. ആൻഡ് dimension of time is t, so dimension of acceleration is LT-1 by t, that is LT-2. And dimension of mass is m. Dimension of acceleration is LT-2. So the dimension of force, that is mass into acceleration, is m into LT-2, that is mLT-2. Next is pressure or stress. Both pressure and stress have same dimension. Pressure or stress we know force divided by area. Force in the dimension നമ്മൾ തൊട്ട് മുമ്പേ കണ്ടുപിടിച്ചു, mLT-2. And dimensions of area. Area means length into length ആണ്. So dimensions of area is L square. So dimension of force is mLT-2 divided by L square. L squareും മുകളിലും താഴെ ഒരു L square ഉണ്ട്. അപ്പോൾ മുകളിൽ ടോട്ടലായിട്ട് L-1 വരും. So dimensions of pressure or stress is mL-1 T-2. Third one is modulus of elasticity. Modulus of elasticity is the ratio of linear stress to linear strain. ഇനി modulus of elasticity ആയാലും bulk modulus ആയാലും rigidity modulus ആയാലും എല്ലാം ratio of stress to strain ആണ്. Also strain has no units and dimensions. Strain units and dimensions ഇല്ല. strain എന്ന് പറഞ്ഞാൽ changing dimension divided by original dimension, or for example change in length divided by original length ആണ്. അപ്പോൾ നോമിനേറ്ററിലും ഡിനോമിനേറ്ററിലും ലെങ്ത് ആണ്. അപ്പോൾ രണ്ടും ക്യാൻസൽ ചെയ്തു പോകും. ഡയമെൻഷൻസ് ഇല്ല അല്ലെങ്കിൽ യൂണിറ്റ്സ് ഇല്ല, സ്ട്രെയിന് യൂണിറ്റ്സ് ഇല്ല. അതുകൊണ്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ഡയമെൻഷൻസ് ഓഫ് E മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു ഡയമെൻഷൻസ് ഓഫ് സ്ട്രെസ്, ദാറ്റ് ഈസ് mL-1 T-2. The dimensions of modulus of elasticity, bulk modulus and rigidity modulus all are same and equal to mL-1 T-2. Next is dynamic viscosity. Dynamic viscosity യുടെ dimensions കാണണമെങ്കിൽ നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പഠിച്ചു വെച്ചാൽ മതി. ദാറ്റ് ഈസ് tau is equal to mu into dou u by dou y. Here tau is the shear stress and mu is the dynamic viscosity. Dou u by dou y is rate of change of velocity, or dou u is equal to change in velocity and dou y is change in depth. So dimensions of dou u by dou y is changing velocity divided by change in depth. Dimensions of velocity is LT-1 and dimensions of depth linear quantity ആണ്. Dimensions of depth is L. So LT-1 divided by L is T-1. Then dimensions of stress നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, mL-1 T-2. So dimensions of dynamic viscosity is tau divided by dou u by dou y, that is mL-1 T-2 divided by T-1, that is equal to mL-1 T-1. Next is kinematic viscosity nu.
Kinematic viscosity is the ratio of dynamic viscosity to density. So dimensions of dynamic viscosity in U is ml minus 1 t minus 1, and density we know, mass by volume. Dimensions of mass is m and dimensions of volume is L cube, that is volume is length into length into length. So dimensions of volume is L cube. So the dimensions of density is ml minus 3, and dimensions of kinematic viscosity is dimensions of viscosity, dynamic viscosity divided by density, ml minus 1 t minus 1 divided by ml minus 3. m cancel ചെയ്യും, l minus 3 ഉള്ള മുകളിലോട്ട് പോകുമ്പം l cube ആവും, l cube into l minus 1 എന്നാൽ l square ആവും. L square into t minus 1, that is dimensions of kinematic viscosity mu is L square t minus 1. Next is surface tension. Surface tension is the ratio of force to length. It is denoted by sigma. Dimensions of force is ml t minus 2 and dimensions of length is L. Then ml t minus 2 divided by L is mt minus 2. Then dimensions of work or energy. Work and energy both have same dimensions. Work is equal to force into displacement. Dimensions of force is ml t minus 2 and dimensions of displacement is L. Then ml t minus 2 into L, ml square t minus 2. Dimensions of work is ml square t minus 2. Next is power. Power is the ratio of work divided by time. Dimensions of work ml square t minus 2 divided by dimensions of time t, then ml square t minus 2 into t minus 1, that is ml square t minus 3. Then torque is force into perpendicular distance. Dimensions of force we know ml t minus 2 and perpendicular distance, that is dimensions of length L, then ml t minus 2 into L, ml square t minus 2. The last one is momentum. Momentum we know, momentum is equal to mass into velocity. Dimensions of mass is m, dimension of velocity lt minus 1, then dimension of momentum is mass into m into lt minus 1, that is mlt minus 1. അപ്പോൾ നമ്മൾ ഏകദേശം 10ഓളം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് ഡിറൈവ് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്തു. ഇത് എക്സാമിന് ഒരിക്കലും ചോദിക്കില്ല. നിങ്ങൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് അറിഞ്ഞിരിക്കണം. ഇനി അഥവാ ബൈ ഹാർട്ട് അല്ലെങ്കിൽ എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 10 എണ്ണത്തിൻ്റെ 10 ഡയമെൻഷണൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് ഡിറൈവ് ചെയ്തത്. ഈ ടേബിളിൽ നമുക്ക് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ലൈക്ക് മാസ്, ലെങ്ത്, ടൈം, അതിൻ്റെ ഡയമെൻഷൻസ് ml t. Then geometric quantities, area, volume. Area is L square, volume L cube. Then kinematic quantities, velocity, angular velocity, acceleration, discharge, etc. Dimensions of each quantities and symbol used for different physical quantities. Then dynamic quantities like force, weight, density, etc. and dimensions of these different dynamic quantities. ഇത്രയും ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലുള്ള ബാക്കി ഡയമെൻഷണൽ അനാലിസിസ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡയമെൻഷണൽ ഹോമോജനിറ്റി. Dimensional homogeneity means the dimensions of each term in an equation on both sides are equal. Such equations are known as dimensionally homogeneous equation. അതായത് ഒരു ഇക്വേഷൻ ഡയമെൻഷനലി ഹോമോജിനസ് ആണെന്ന് പറയാൻ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ടേമിൻ്റെ ഡയമെൻഷനും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേമിൻ്റെ ഡയമെൻഷനും രണ്ടും ഈക്വൽ ആണെങ്കിൽ അതിനെ നമുക്ക് ഡയമെൻഷനലി ഹോമോജിനസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, considering the equation v is equal to root of 2gh. Here v is velocity, small g is acceleration due to gravity, and h is height. And here dimensions of LHS, left hand side is v is lt minus 1. Velocity dimension നമുക്കറിയാം, displacement divided by time, L into t minus 1. Then dimensions of RHS, that is root 2gh. Dimensions of acceleration is
velocity divided by time, that is Lt minus 1 divided by time, that is Lt minus 2, and h is a linear quantity, dimensions of h is L. The dimensions of this root 2gh is root of L square t minus 2. Then ഈ റൂട്ട് നമ്മൾ റൂട്ട് ഒഴിവാക്കുന്ന നേരം L square all raised to 1 by 2 t minus 2 all raised to 1 by 2. Then equation become Lt minus 1, that is dimension of LHS is equal to dimension of RHS. So this equation V is equal to root 2gh is a dimensionally homogeneous equation. ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഈ പോർഷനിൽ നിന്ന്. ജൂലൈ 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിന്. വാട്ട് ഈസ് ഡയമെൻഷണൽ ഹോമോജിനിറ്റി? അപ്പോൾ നമ്മൾ എന്താണ് ഡയമെൻഷണൽ ഹോമോജിനിറ്റി എന്ന് എഴുതുക. ഒരു ചെറിയ എക്സാമ്പിൾ വെച്ചത് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്.